എടപ്പാടി മധു വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 12 പ്രതികളുടെ ശിക്ഷയാണ് ഉയർത്തിയിരിക്കുന്നത്. ജീവപര്യന്തമായി ശിക്ഷ ഉയർത്തിയിരിക്കുന്ന 1-ാം പ്രതിയെ വെറുതെ വിട്ടു. 16-ാം പ്രതിക്ക് 1 വർഷം തടവ് എന്ന ആശ്വാസ വിധിയും ഇളവ് നൽകിക്കൊണ്ടുള്ള വിധിയും ഉണ്ടായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഗിനും പ്രദീപ് ജോസഫും ചേരുന്നുണ്ട്. രാഗിൻ, കോടതി വിധി കേട്ട ശേഷം മധുവിന്റെ അംഗങ്ങൾ പുറത്തേക്ക് വന്നുവോ? പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയൊക്കെ പ്രതികരണം നമുക്ക് അടുത്ത നിമിഷം തന്നെ പ്രതീക്ഷിക്കാമല്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത്? അല്പസമയത്തിനകം തന്നെ മധുവിൻ്റെ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. അതിനുള്ള തയ്യാറെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ 12 പ്രതികൾക്ക് ജീവപര്യന്തം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം നേട്ടം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നത് ഈ ഡിജിറ്റൽ എവിഡൻസ്, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ടവർ ലൊക്കേഷൻ, അത്തരം വിവരങ്ങൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് മേൽക്കോടതികളിലേക്കും ഒക്കെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ശിക്ഷയ്ക്കിൽ അല്ലെങ്കിൽ ജീവപര്യന്തം കഠിന തടവിന് വിധേയമായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, പ്രതികൾ എന്ന് പറയുന്നത് ഷംസുദ്ദീൻ, അബൂബക്കർ, ഉബൈദ്, നജീബ്, ജയ്ജുമോൻ, മരക്കാർ, രാധാകൃഷ്ണൻ, സിദ്ദിഖ്, സജീബ്, സതീഷ് ഉൾപ്പെടെയുള്ള പ്രതികളാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്പസമയത്തിനകം തന്നെ ഈ നടക്കാൻ പോകുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു. ഏറെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു 2018 ഫെബ്രുവരി 22 നടന്നത്. അതായത് അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഈ മധുവിനെ അവിടെ നിന്ന് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ശേഷം ക്രൂരമായി മർദ്ദിച്ച് ഒരു വിചാരണ ചെയ്തുകൊണ്ട് നടത്തിക്കുന്നു. കൈ പിറകിൽ കെട്ടുന്നു, നഗ്നനാക്കിയാണ് നടത്തുന്നത്. ഇത്തരം ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. വിക്ടിം അപ്പീൽ ചെയ്യുന്ന അഭിഭാഷകരുടെ പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് വിക്ടിം അപ്പീൽ ചെയ്യുന്ന നിങ്ങൾ ആഗ്രഹിച്ചൊരു വിധി തന്നെയാണോ വന്നിട്ടുള്ളത്? ആഗ്രഹിച്ച ഇതിപ്പോ 3 ജീവപര്യന്തമാണ് കിട്ടിയിട്ടുള്ളത്. കൺകറന്റിലി മാത്രം അനുഭവിച്ചാൽ മതി. 30 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരവും ഇരയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ആലോചിച്ച്, ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4ഉം 11 പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16ാമത്തെ പ്രതിയാണ് ഒരു സിമ്പിൾ ഇംപ്രീസ്മെൻ്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. 1-ാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. എന്നിരുന്നാലും 12 പേർക്കെങ്കിലും 3 ജീവപര്യന്തം കൊടുത്തു എന്നുള്ളത് ഈ നിയമ പോരാട്ടത്തിൻ്റെ വലിയ വിജയമാണ്. അതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി വി ജീവേഷ്, അതുപോലെ തന്നെ എൻ്റെ ഒപ്പമുള്ള രാജേഷ് മേനോനും, അതുപോലെ തന്നെ മറ്റു പുറയിൽ നിന്നിട്ടുള്ള എല്ലാവരും ഇതിനെ സമരസമിതിയൊക്കെ വളരെ ഇതിന് അഹോരാത്രം പണിയെടുത്ത ആളുകളാണ്. ഇതിലൊരു കാര്യം പ്രിയപ്പെട്ട ചാനലുകാരോട് പറയാം. ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെ വലിയ ഇടപെടലാണ് ഈ കേസിനെ വലിയ ഒരു സോഷ്യൽ മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ മാറ്റിയത്. അതുകൊണ്ട് ഈ മീഡിയാസിനെ പ്രത്യേകമായി ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നു. ഏത് സർക്കാരെന്ന് പറയുമ്പോൾ ആ നിലനിന്ന സർക്കാർ. കാരണം 1989 ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗെയിൻസ്റ്റ് SC/ST ആക്ട്. ആ ആക്റ്റിൽ 6ാമത്തെ പാഠഭാഗത്തിൽ 15A-യിൽ 11H-ൽ പറയുന്ന ഒരു ആക്ട് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസും എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ്
24 സാക്ഷികൾ കൂറുമാറിയത്. അതുകൊണ്ടാണ് ഈ താഴെ കോടതിയിൽ തന്നെ ഇത് ഒരു മോശപ്പെട്ട ശിക്ഷയിലേക്ക് പോയത്. അതുപോലെ ഇന്ത്യൻ ഹോം മിനിസ്ട്രി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് 2018 നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും അന്നത്തെ സർക്കാരോ പോലീസോ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് മോശപ്പെട്ട വിധിയിൽ അന്ന് കീഴ്ക്കോടതിയിലുണ്ടായ സംഭവം. ഇനിയിപ്പോൾ ഇന്ന് അപ്പീൽ പോകാൻ പോകുന്നത് ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണ്. ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ വികാരം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ആ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾ കോവിഡ് കാലത്ത് ആദ്യം കിളികൾക്കും ആദ്യം തെരുവോട്ടികൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണമാണ് ആദ്യം കൊടുത്തത്. എന്നിട്ടാണ് മനുഷ്യരായ മലയാളികൾ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടാണ് ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കേണ്ടത്. ഒന്നാം പ്രതിയെ ഈ കേസിൽ ഒന്നാമത് ഡിജിറ്റൽ എവിഡൻസിനെ മാത്രം ആശ്രയിച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ മുക്കാലി ജംഗ്ഷനിൽ വെച്ച് അവിടുത്തെ ശ്രീരാഗ് ബേക്കറി 14-ാം പ്രതിയുടെ ബേക്കറിയിലെ CCTV ക്യാമറയിലാണ് ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷേ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിൻ്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം ഒന്നാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ചവിട്ടി എന്ന് പറയുന്ന 3 സാക്ഷികളുണ്ടായിരുന്നു. 3 സാക്ഷികളുടെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ല. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള എതിരഭിപ്രായമാണ് ഹൈക്കോടതിയിലുള്ളത്. കാരണം എന്താ, സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഒന്നാം പ്രതിയെ ശിക്ഷിക്കാമായിരുന്നു. ശിക്ഷിച്ചില്ല. കാരണം അത് കണ്ടില്ല. കാരണം ഹുസൈൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ അവിടെ ഒരു സെയിം ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരു കുറ്റകൃത്യം നടന്നാൽ മറ്റുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഭാവവ്യത്യാസം, ചവിട്ട് കിട്ടിയ മധുവിൻ്റെ ആ എക്സ്പ്രഷൻ, പിന്നെ അവിടെ ഇരുന്നിരുന്ന 7-ാം പ്രതി ഷംസുദ്ദീൻ ഒന്നാം പ്രതിക്കെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്താണ് നീ കാണിച്ചെന്നുള്ള ചോദ്യത്തിൽ അത് കോടതി പരിഗണിച്ചില്ല. തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് 5-8 പേർ ഓടി വരുന്നുണ്ട് മധുവിനെ ചവിട്ടി അവിടെ സംഭവം നടന്നിറങ്ങപ്പോൾ. ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല. അവിടെ നിന്നിരുന്ന ആളുകൾ അങ്കലാപ്പിലായി. അത് ചെയ്തത് തെറ്റാണ്. പക്ഷേ ഒന്നാം പ്രതിയുടെ ആഞ്ഞു ചവിട്ട് നെഞ്ചത്ത് കിട്ടി. പുറകുഭാഗം ആ സ്റ്റീലിൻ്റെ ആ ഭണ്ഡാരത്തിൽ ഇടിച്ച് 2ാമത്തെ പരിക്ക് അത് മാരകമായി പരിക്കിൽ ബ്രെയിൻ എഡിമ മൂലം മരണപ്പെടുവാൻ കാരണമായി. പക്ഷേ അത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഒന്നാം പ്രതി രക്ഷപ്പെട്ടത്. ഒന്നാം പ്രതി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഇതിന് കുറ്റവാളി അല്ലാതിരിക്കുന്നില്ല.